മൺസൂൺ മഴ കനത്തതോടെ അസമിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. ദിവസങ്ങളായി തുടരുന്ന പ്രളയമഴയിൽ ഇതിനോടകം 75 പേർ മരണപ്പെട്ടു. നിലവിൽ കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചയാണ് അസമിൽ നിന്നുള്ളത്. കനത്ത മഴ പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല. കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്ന മനുഷ്യർ, കുട്ടികളെ വലിയ പാത്രത്തിലിരുത്തി തൊട്ടടുത്തായി തലയോളം മുങ്ങി നിൽക്കുന്ന യുവാവ്, കുത്തൊഴുക്കിൽപ്പെട്ട വളർത്തുമൃഗങ്ങൾ, ചെളിയിൽ തലകീഴായി കിടക്കുന്ന കാറുകളും ഒഴുകി നടക്കുന്ന പാഠപുസ്തകങ്ങളും. ഈ കാഴ്ചകളെല്ലാം പ്രളയത്തിന്റെ ഭീകരത എടുത്തുകാട്ടുന്നു. വെള്ളം കുടിച്ച് വീർത്ത വയറുമായി കരയ്ക്കടിഞ്ഞ വളർത്തുമൃഗങ്ങൾ, വീടിന് മുകളിൽ രക്ഷാപ്രവർത്തകരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളെയും ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ ഏറെ ആശങ്കയുളവാക്കുന്നതാണ്. അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ 45,341 ഹെക്ടർ കൃഷിഭൂമിയാണ് വെള്ളത്തിനടിയിലായത്. പല ജില്ലകളിലായി വീടുകൾ, കൃഷിയിടങ്ങൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, കന്നുകാലി ഫാമുകൾ എന്നിവയ്ക്കും വലിയ നാശനഷ്ടമുണ്ടാക്കി. ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളും കാരണം ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ജീവിക്കുന്ന നാടാണ് അസം. കനത്ത മഴയിൽ കുതിച്ചെത്തിയ വെള്ളം 7 ലക്ഷത്തിലധികം ആളുകളെയാണ് ബാധിച്ചത്. വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള മണ്ണിടിച്ചിൽ കാരണം വീടുകൾ, റോഡുകൾ എന്നിവ സമ്പൂർണ്ണമായി തകർന്ന ഇടങ്ങളാണ് ഏറെ. കഴിഞ്ഞ ദിവസം 7 പേർ കൂടി മരണപ്പെട്ടതോടുകൂടിയാണ് മരണസംഖ്യ 75 ആയത്. നിലവിൽ 4 ലക്ഷത്തോളം മനുഷ്യരെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. രാജ്യത്തെ വിവിധ സേനകൾ അസമിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുകയാണ്. അസമിലെ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭ്യർത്ഥനയുമായി ബോളിവുഡ് താരം ആലിയ ഭട്ട് രംഗത്തെത്തി. അവർക്ക് പ്രിയപ്പെട്ടവരെ പോലും നഷ്ടപ്പെട്ടു. ഇത് ഹൃദയഭേദകം. അസമിനെ ഉടനടി കരകയറ്റണമെന്ന് ആലിയ ഭട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. അപ്പർ അസം മേഖലകളിലാണ് പ്രളയം കൂടുതൽ നാശം വിതച്ചത്. ഭൂപ്രകൃതിയും ബ്രഹ്മപുത്ര നദിയുടെ സ്വഭാവവും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അസമിന്റെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ കിടപ്പ് വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളും കര കവിഞ്ഞൊഴുകുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുകയും ഒറ്റയടിക്ക് അതിതീവ്രമായ മഴ പെയ്യുന്ന പ്രതിഭാസങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുകയും ചെയ്യുന്നത് പ്രളയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. കേവലം അസമിലെ പ്രശ്നമെന്നതിലുപരി കാലാവസ്ഥാ വ്യതിയാനം എന്നത് ലോകം മുഴുവൻ ഒരുമിച്ച് നേരിടേണ്ട ഒരു വലിയ വെല്ലുവിളിയാണെന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.